സ്വാഗതം. തെയ്യത്തിന്റെ തിറയുടെ കൈത്തറിയുടെ വടക്കേ മലബാറിന്റെ സ്വന്തം കണ്ണൂർ സ്വാഗതമരുളുന്നു സൂപ്പർ ലീഗ് കേരള. സൂപ്പർ ലീഗ് കേരളയുടെ വൻ ബഗാൻ ഇതാ കണ്ണൂരിലേക്ക് എത്തുകയാണ്. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 15. കണ്ണൂർ വാരിയേഴ്സ് ആദ്യ ഹോം മത്സരം കളിക്കുന്നു. എതിരാളികൾ തൃശൂർ മാജിക് FC. മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ആവേശ ഹരിതമാണ് രംഗങ്ങൾ നിറഞ്ഞ ഗാലറി. കണ്ണൂരിലേക്കുള്ള കേരള ഫുട്ബോളിന്റെ, കണ്ണൂരിലേക്കുള്ള പ്രൊഫഷണൽ ഫുട്ബോളിന്റെ, കണ്ണൂരിലേക്കുള്ള സൂപ്പർ ലീഗ് കേരളയുടെ വരവിനെ നിറഞ്ഞ ആരവത്തോടെയാണ് കണ്ണൂരിലെ ഗാലറി വരവേൽക്കുന്നത്. ആൻഡ് ഒരു കർവിംഗ് റൺ ഇൻസൈഡിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ മനോജിന്റെ ക്രോസ് 6 യാർഡ് ബോക്സിലേക്ക് വരുമ്പോൾ അവിടെ നല്ല കവറാണ് ജിയാദ് കൊടുക്കുന്നത്. മുഹമ്മദ് ജിയാദ് നല്ല ഒരു ഡിഫൻഡറാണ് തൃശ്ശൂരിന്റെ മുഹമ്മദ് ജിയാദ്. ഓവർലാപ്പിംഗ് റൺ. ഓ, അത് ബോക്സിനകത്താണോ? നോ, ബോക്സിന്റെ തൊട്ടുവെളിയിൽ. ഔട്ട്സൈഡ് ദ ബോക്സ്. ഫ്രീ കിക്ക് ആണ്. കെവിൻ എടുക്കുന്നു ആ ഫ്രീ കിക്ക്. കെവിന്റെ ഫ്രീ കിക്ക് നേരെ ഡബിൾ മെൻ ബോളാണ്. 31ാമത്തെ മിനിറ്റ്. ഒരു ഗ്രൗണ്ട് കോർണർ ആൻഡ് ബ്രില്യന്റ് ട്രൈ. മനോഹരമായ പ്ലാനിങ്. ഒരു കോർണർ, ഗ്രൗണ്ട് ബോൾ കോർണർ എങ്ങനെ പെനാൽറ്റി ബോക്സിന്റെ ഹാർട്ടിലേക്ക് തന്നെ കൊടുക്കാം. അവിടെ നിന്ന് ഡയഗണൽ അടി 6 യാർഡ് ബോക്സിലേക്ക് കൊടുക്കാം. ചാൻസ്, നല്ലൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഗോൾ ആയില്ലെങ്കിൽ പോലും നല്ലൊരു ചാൻസ് ഇൻ ദാറ്റ് സെറ്റ് പീസ്. ഇവിടെ നല്ലൊരു മുന്നേറ്റം നവീൻ, കണ്ണൂരിന് വേണ്ടി നവീൻ കൃഷ്ണ. പക്ഷേ ബ്രില്യന്റ് ഡിഫെൻഡിങ്. ലോക്ക് അറ്റ് ദാറ്റ് ഡിഫെൻഡിങ്. ഓ, ബ്രില്യന്റ്. അവിടെ ഒന്ന് തിരിഞ്ഞു വളഞ്ഞു പുളഞ്ഞു ഒടുവിൽ സന്ദീപ പന്തിനെ സേവ് ചെയ്യുകയാണ്. നവീന്റെ മുന്നേറ്റമായിരുന്നു. ഇതാണ് കഴിഞ്ഞ സീസണിൽ സമാനമായ രീതിയിലെ ഗോളാണ് കഴിഞ്ഞ സീസണിൽ കണ്ണൂർ വാരിയേഴ്സ് നേടിയത്. ഈ ദൃശ്യം അവർക്ക് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഈ ദൃശ്യം മാത്രമല്ല, ഇവിടെ നല്ലൊരു ത്രൂ ബോൾ. പക്ഷേ ഐ തിങ്ക് ഓഫ്സൈഡ് വിളിച്ചിരിക്കുകയാണ്. അതിന് മുന്നേ തന്നെ ഓഫ്സൈഡ് വിളിച്ചിരിക്കുകയാണ്. കണ്ണൂരിന്റെ വീണ്ടും ഒരു മുന്നേറ്റം. ഇതാണ് എബിൻ ദാസ്, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന എബിൻ ദാസ്. ഇതാണ് ഒറ്റയ്ക്ക് മുന്നേറി. അതിനുശേഷം ഒരു ചിപ്പ് പാസ് ആണ് നൽകിയത്. ആ ചിപ്പ് പാസിലേക്ക് വായുവിൽ ഉയർന്ന് ചാടുന്ന അഡ്രിയാനെ നമുക്ക് കാണാം. പക്ഷേ കൃത്യമായി അവിടെ ഡിഫെൻഡ് ചെയ്യുന്നു. 42ാം മിനിറ്റിൽ കണ്ണൂരിന്റെ കോർണർ വരുന്നു. ലോ കോർണർ, ബോക്സിന്റെ നടുവിലേക്ക് പന്ത് പോയി. ബ്രില്യന്റ്. വളരെ ലിമിറ്റഡ് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ വികാസ് സൈനിക്ക്. ഫ്യൂ സെക്കൻഡ്, സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ്, ഒരു ഔട്ട്സ്വിംഗ് അടി. സോ ഇടവേള വിസിൽ മുഴങ്ങുകയാണ്. സോ കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് FC മത്സരം ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഗോൾ രഹിത സമനിലയിൽ നിൽക്കുന്നു. ഹാഫ് ടൈം ഹിയർ ഇൻ ദ കണ്ണൂർ ജവഹർ സ്റ്റേഡിയം. ഇറ്റ് ഈസ് ദ ഹോം ടീം കണ്ണൂർ വാരിയേഴ്സ് FC 0, തൃശൂർ മാജിക് FC 0. കാത്തിരിക്കുക. സ്വാഗതം. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 15 രണ്ടാം പകുതി ആരംഭിച്ചിരിക്കുന്നു. കണ്ണൂർ വാരിയേഴ്സ് 0, തൃശൂർ മാജിക് FC 0. നല്ല അറ്റംപ്റ്റ് ആണ് കണ്ണൂരിന്റെ ഭാഗത്തുനിന്ന്. ബ്രില്യന്റ് അറ്റംപ്റ്റ് തന്നെയാണ്. ഐ തിങ്ക് മുഹമ്മദ് സിനാൻ. ഇവിടെ കണ്ണൂരിന് ഒരു അവസരം കിട്ടുകയാണ്. ചാൻസ് ഫോർ കണ്ണൂർ. കണ്ണൂർ വാരിയേഴ്സ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന് മുന്നിൽ ഇതാ ഒരാൾക്കടൽ തീർക്കുകയാണ്. ആൾക്കടൽ ഇരമ്പുന്നു. കണ്ണൂർ വാരിയേഴ്സ് ലീഡ് ചെയ്യുന്നു. ആദ്യ ഹോം മത്സരത്തിൽ ഇതാ കണ്ണൂർ വാരിയേഴ്സ്. ഐ തിങ്ക് സിനാൻ, മുഹമ്മദ് സിനാൻ, യുവതാരം, കണ്ണൂരുകാരൻ, പപ്പിനിശ്ശേരിക്കാരൻ മുഹമ്മദ് സിനാന്റെ ഗോളിലൂടെ കണ്ണൂർ വാരിയേഴ്സ് ജവഹർ സ്റ്റേഡിയം ഇരമ്പി മറിയുകയാണ്. സോ വീണ്ടും കണ്ണൂർ വാരിയേഴ്സിന്റെ മറ്റൊരു മുന്നേറ്റം. കണ്ണൂർ വീണ്ടും മനോഹരമായൊരു ഗോൾ ട്രൈ ആണ്. സാഡിനേറോ, ഗോമേസ്, സാഡിനേറോ. വീണ്ടും ആ ഡെഡ്ലി കോമ്പിനേഷൻ. കട്ട് ബാക്ക്, ഗോമേസ്, ലൗസംബ. ബ്രില്യന്റ് ഫുട്ബോൾ. കണ്ണൂർ എരമ്പി മറിയുകയാണ്. ലൗസാംബയുടെ ഷോട്ട്. തൃശൂർ ബ്രില്യന്റ് മൂവ് ആണ്. ത്രൂ ബോൾ. ചാൻസ് ഫോർ തൃശൂർ. ഓഫ്സൈഡ്. ആ അടി പൊട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെ ഓഫ്സൈഡ് ഫ്ലാഗ് ഉയർന്നു കഴിഞ്ഞിരുന്നു. കണ്ണൂർ സർവ്വശക്തി എടുത്ത് ചെറുത്ത് നിന്നതുകൊണ്ടാണ് അവിടെ ഒരു ഓപ്പണിംഗ് കിട്ടാതെ പോയത്. നല്ല മൂവ് ആയിരുന്നു തൃശ്ശൂരിന്റെ. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ണൂർ അത് റീഗ്രൂപ്പ് ചെയ്തു. യെല്ലോ കാർഡ്. ജേഴ്സി നമ്പർ 11 തൃശ്ശൂരിന്റെ പകരക്കാരനായി വന്ന ഫൈസൽ അലി ആണ് യെല്ലോ കാർഡ് വാങ്ങുന്നത്.
Another try. കമാലുദ്ദീൻ ഒരിക്കൽ കൂടി ഒരു ഗോൾ കൺസീഡ് ചെയ്തുവെങ്കിലും കമാലുദ്ദീൻ എന്ന ഗോൾ കീപ്പർ നടത്തിയിരിക്കുന്ന സേവുകളെ കുറിച്ച് കൂടി നമ്മൾ എടുത്തു പറയണം. Another one from Magic keeper. ലൗസാംബ കണ്ണൂരിന്റെ മിഡ്ഫീൽഡർ യെല്ലോ കാർഡ് കാണുന്നു. And now Trishur! And I think offside. ഇവാൻ മാർക്കോവിച്ചിനെതിരെ ഓഫ്സൈഡ് വിളിച്ചിരിക്കുകയാണ്. 91-ാമത്തെ മിനിറ്റിൽ കണ്ണൂർ വാറിയേഴ്സിന്റെ വല കുലുക്കിയെങ്കിലും ഇവാൻ മാർക്കോവിച്ച് ഫോർ തൃശൂർ ജേഴ്സി നമ്പർ 10. ഇൻസൈഡ് ദ ബോക്സ്. നല്ല ടേൺ ആണ് എടുക്കാൻ ശ്രമിക്കുന്നത് മാർക്കോവിച്ച്, പക്ഷേ ക്ലിയർ ചെയ്യുന്നു വികാസ് സൈനി. എന്തായാലും കണ്ണൂർ വാരിയേഴ്സിന്റെ അത് ഓഫ് സൈഡ് ആണെങ്കിൽ പോലും കണ്ണൂർ വാരിയേഴ്സിന്റെ ഡിഫൻസിൽ ചെറിയൊരു വിള്ളലുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മുന്നിലേക്ക് കയറി വരുന്നു, ഇടതു വിങ്ങിലേക്ക് പാസ് വരികയാണ്. അഫ്സലിന്റെ ക്രോസ്, മാർക്കോവിച്ച്, ഇതാണ് മാജിക്. എങ്ങനെയാണോ കഴിഞ്ഞ കളിയിൽ കൊച്ചിയിൽ ഇഞ്ചുറി ടൈമിൽ തൃശൂർ മാജിക് കട്ടിയ മാജിക്കിന് സമാനമായി ഇറ്റ് ഈസ് എ പ്യുവർ മാജിക്. കണ്ണൂർ വാറിയേഴ്സിനെതിരെ 97-ാമത്തെ മിനിറ്റിൽ would you believe this? കണ്ണൂരിന് അനുകൂലമായ ഫ്രീ കിക്ക് വരികയാണ്. കളി 100-ാമത്തെ മിനിറ്റിലേക്ക് കടന്നിരിക്കുന്നു. കണ്ണൂരിന് അനുകൂലമായ ഫ്രീ കിക്ക്. ക്രൂഷ്യൽ ടച്ച് ആണത്, ക്രൂഷ്യൽ ടച്ച്. ആ ക്രൂഷ്യൽ ക്ലിയറൻസ് ടച്ച് ഐ തിങ്ക് ഇവാൻ മാർക്കോവിച്ച് തന്നെയാണ് ആ ക്രൂഷ്യൽ ക്ലിയറൻസ് ടച്ച്. അത് കണ്ടുകൊണ്ട് റഫറിയുടെ ഫൈനൽ വിസിൽ മുഴങ്ങുകയാണ്. ഫുൾ ടൈം ഹിയർ ഇൻ ദ ജവഹർ സ്റ്റേഡിയം ഇൻ കണ്ണൂർ. ഇറ്റ് ഈസ് കണ്ണൂർ വാരിയേഴ്സ് 1 തൃശൂർ മാജിക് 1. That is Shaju Damodaran and Benish Kiran live from the city of Kannur.